നോ ആസ്ക് നോ ഗെറ്റ്. നോ ആസ്ക് അതായത് ചോദിച്ചില്ലെങ്കിൽ കിട്ടൂല. ഈ ആസ്കിനെ ഒന്ന് വലുതാക്കുവാണെങ്കിൽ എ മീൻസ് ആറ്റിറ്റ്യൂഡ്, എസ് മീൻസ് സ്കിൽ, കെ മീൻസ് നോളജ്. ഈ 3 കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ആസ്കിൽ ഉണ്ടാക്കേണ്ടത്. ആസ്കിനെ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് ആക്കി എടുക്കുവാണെങ്കിൽ എ മീൻസ് ആറ്റിറ്റ്യൂഡ്, എസ് മീൻസ് സ്കിൽ, കെ മീൻസ് നോളജ്. ഈ 3 കാര്യങ്ങളാണ് ഒരു വ്യക്തി അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ട ഉന്നമനത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്യേണ്ടത്. ആറ്റിറ്റ്യൂഡ് മാറണം. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടാക്കണം. ഈ സമൂഹത്തിൽ എന്ത് ടൈപ്പ് സ്കില്ലാണ് വേണ്ടത് അതിലേക്ക് ഡെവലപ്പ് ചെയ്യണം. അതിനനുസരിച്ച് നമ്മുടെ നോളജിനെ ഡെവലപ്പ് ചെയ്യണം. ഈ 3 കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടെ തന്നെ നമ്മുടെ ലൈഫും ഉന്നമനം വരും. ഇതിൻ്റെ മറ്റൊരു വേർഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ആസ്കിനകത്ത് നമ്മുടെ കയ്യിൽ നല്ലൊരു ആസ്ക് എത്തി, ആസ്ക് നന്നായി ഡെവലപ്പ് ചെയ്തു, ASK. ആസ്ക് നന്നായി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഡെവലപ്പ് ചെയ്ത ആസ്കിനെ, ആറ്റിറ്റ്യൂഡിനെ, സ്കില്ലിനെ, നോളജിനെ നമ്മൾ കൂടുതൽ പേരിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ആസ്കിനെ കൂടുതൽ പേരിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മണി ഉണ്ടാകും, അതായത് പൈസ ഉണ്ടാകും. ഈ പൈസയെ കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ വെൽത്ത് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ഫോർമുലയും കൂടെ മനസ്സിൽ കരുതണം. അതായത് നമുക്ക് ആസ്ക് ഡെവലപ്പ് ചെയ്യണം. ഈ ആസ്ക് ഡെവലപ്പ് ചെയ്തിട്ട് അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ പൈസ ഉണ്ടാകും. പൈസയെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സമൃദ്ധിയിലേക്ക്, സമ്പാദ്യത്തിലേക്ക് ഗുണകരമായിരിക്കും. ആസ്ക് കൂടുതൽ പേരിലേക്ക് ഡെവലപ്പ് ചെയ്യണം. ആ കിട്ടുന്ന പൈസയെ നമ്മൾ സേവ് ചെയ്യും കൂടെ വേണം. ഇങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെ നമ്മൾ പോകുകയാണെങ്കിൽ ലൈഫിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ?